കഴിഞ്ഞ ക്ലാസ്സിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ ഗ്ലൂക്കഗോണിൻ്റെയും ഇൻസുലിൻ്റെയും ധർമ്മം എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് സംഭവിക്കുക? ഇൻസുലിൻ്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ 126ന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് വിളിക്കുന്നത്. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ രോഗനിർണയത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ബെനഡിക്ട് ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലി സാമ്പിൾ എടുക്കുക. മൂത്രത്തിൻ്റെ സാമ്പിൾ എടുക്കുക. അതിലേക്ക് 2 മില്ലി ബെനഡിക്ട് ലായനി ചേർക്കുക. 2 മിനിറ്റ് ചൂടാക്കുക. നിറം മാറ്റം നിരീക്ഷിക്കുക. നമ്മുടെ ബെനഡിക്ട് റിയേജൻറ്റിൻ്റെ ബോട്ടിലിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ച് നിറം മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഗ്ലൂക്കോസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ പ്രമേഹ രോഗികളിലാണെങ്കിൽ നിറവ്യത്യാസം നന്നായി നമുക്ക് ദർശിക്കാൻ കഴിയും. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണിതിന് കാരണം. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. ആദ്യത്തേത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള തകരാറായിരുന്നു. ഇത് ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാം. ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. ഇതുവരെ പാൻക്രിയാസിനെ കുറിച്ചും അതിൻ്റെ ഹോർമോണുകളെ കുറിച്ചുമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ് അടുത്തതായി നാം പഠിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവെ ഉപാപചയം എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ കോശങ്ങൾ നിർമ്മിക്കുന്നതും അവ വിഘടിക്കുന്നതും പൊതുവെ ഉപാപചയം എന്നാണ് വിളിക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്.
അപ്പോൾ നിർമ്മാണവും അതുപോലെ വിഘടനവുമെല്ലാം ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ ഒന്ന് നോക്കൂ. ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇനി തൈറോക്സിൻ്റെ കൂടുതലും കുറവും നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് ക്രെറ്റിനിസം എന്നറിയപ്പെടുന്നത്. ഇനി മുതിർന്നവരിലാണെങ്കിലോ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഹൈപ്പർ തൈറോയിഡിസം എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ്. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകും അവസ്ഥയാണിത്. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. അപ്പോൾ നമുക്ക് ഉപ്പിലൂടെ അയഡിൻ സ്വാഭാവികമായി ലഭ്യമാകാറുണ്ട്. അയഡിൻ കലർന്ന ഉപ്പാണ് നാം കഴിക്കാറുള്ളതും. പക്ഷേ അയഡിൻ്റെ ലഭ്യത കുറയുമ്പോഴാണ് നമുക്ക് ഗോയിറ്റർ എന്ന അസുഖം ഉണ്ടാകുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ തൈറോക്സിൻ്റെ പങ്ക് എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. തൈറോക്സിൻ ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നാം മനസ്സിലാക്കി. അയഡിനും തൈറോയിഡ് ഗ്രന്ഥിയും തമ്മിലുള്ള ബന്ധവും നാം മനസ്സിലാക്കി കഴിഞ്ഞു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 mg/100 ml ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. 2 ഹോർമോണാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് തൈറോക്സിനും മറ്റൊന്ന് കാൽസിട്ടോണിനും. കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. കാൽസിട്ടോണിൻ്റെയും പാരാതോർമോണിൻ്റെയും പ്രവർത്തനം മൂലം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സ്വാഭാവികമായി
നിലനിൽക്കുന്നു. ഈ രണ്ട് ഹോർമോണുകളും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് മൂലമാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിലനിൽക്കുന്നത്. ഇനി അവ എങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് എന്ന് ചിത്രീകരണത്തിലൂടെ നമുക്ക് പഠിക്കാം. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നു. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു. അപ്പോൾ രക്തത്തിൽ കൂടുതലുള്ളതിനെ അസ്ഥികളിൽ സംഭരിച്ചു വയ്ക്കുന്നു. കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന സമയത്ത് കാൽസിട്ടോണിൻ പ്രവർത്തിച്ച് അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിച്ചു വയ്ക്കുന്നു. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ക്രമീകരിക്കപ്പെടുന്നു. 9 മുതൽ 11 mg/100 ml ആയി ക്രമീകരിക്കപ്പെടുന്നു. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്ന ഹോർമോൺ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അവയുടെ ധർമ്മം എന്താണ്? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാൽസ്യം വൃക്കകളിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. അത് മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യാറ്. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യാൻ സഹായിക്കുന്നത് പാരാതോർമോണാണ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിച്ചു വയ്ക്കുന്നതിനെ തടയുന്നതിലൂടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് സ്വാഭാവികമായും സാധാരണ നിലയിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാൽസിട്ടോണിൻ്റെയും പാരാതോർമോണിൻ്റെയും പ്രവർത്തനം മൂലം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിൽ തന്നെ ക്രമീകരിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണെന്നതിനാൽ തൈറോയിഡിൻ്റെ വൈകല്യങ്ങൾ പരിശോധന വഴി തിരിച്ചറിയേണ്ടതുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റു ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത്. T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലബോറട്ടറി പരിശോധനകൾ ഇതിനുപയോഗിക്കുന്നു. അടുത്തത് തൈമസ് ഗ്രന്ഥിയെ കുറിച്ചാണ് പഠിക്കുന്നത്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം. അടുത്തത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണെന്ന് നാം 1-ാം അധ്യായത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു. ആ ഹോർമോണുകളുടെ പ്രവർത്തനം ശരീരത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് മെഡുല്ല, പുറം ഭാഗം കോർട്ടെക്സ് ആണ്. ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് അഡ്രിനാലിൻ്റെ ധർമ്മം. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ
പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്നു. ഓർക്കുന്നുണ്ടോ നായയെ കണ്ട് പിന്തിരിഞ്ഞോടിയത്? ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഹോർമോണാണ് അഡ്രിനാലിൻ. അടുത്തത് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ. എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടിയതിൻ്റെ ശേഷം നമ്മുടെ ശരീരം പൂർവസ്ഥിതി പ്രാപിക്കാൻ അഡ്രിനാലിനോട് കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് നോർ അഡ്രിനാലിൻ. അടുത്തത് പുറം ഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. കോർട്ടിസോളിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. അൾഡോസ്റ്റിറോണിൻ്റെ ധർമ്മമോ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അടുത്തത് ലൈംഗിക ഹോർമോണുകളാണ്. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുകയാണ് അതിൻ്റെ ധർമ്മം. സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും പ്രവർത്തനത്തോടെയാണ്. ഈ ഹോർമോൺ പ്രവർത്തനം നാഡീവ്യവസ്ഥയും അന്തഃസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്.